ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്ന വെജിറ്റബിൾ കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. നല്ല അടിപൊളിയായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഈ ചാനൽ ഇന്ന് ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീട്ടിൽ എങ്ങനെയാണ് വെജിറ്റബിൾ കട്ട്ലറ്റ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3 മീഡിയം സൈസായിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. ഇത് നല്ലതുപോലെ വേവിച്ചതിന് ശേഷം ഒന്നുകിൽ സ്പൂൺ വെച്ചിട്ടോ അതല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആകുന്ന രീതിയിൽ ഉടച്ചെടുക്കാൻ വേണ്ടി നോക്കുക. ഉപ്പൊന്നും ചേർക്കാതെയാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുന്നത്. അതിനുശേഷം ഒരു പാൻ വെച്ച് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ വെളിച്ചെണ്ണ ചേർക്കുന്നതിനേക്കാളും വെജിറ്റബിളിൽ ഓയിലിൽ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റി. ഇനി ഇതിലോട്ടേക്ക് ഒരു 2-3 പച്ചമുളക് നല്ല പൊടിയായി അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇഞ്ചിയും കൊത്തി അരിഞ്ഞിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും ചേർത്ത് കഴിഞ്ഞാൽ എണ്ണയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഈ പച്ചമുളകും ഇഞ്ചിയും ഒന്ന് റെഡിയായി വരുന്ന രീതിയിൽ കുറച്ച് സമയം ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. പിന്നീട് ഒരു ചെറിയ സവാള, വളരെ ചെറിയൊരു സവാള മാത്രം എടുത്താൽ മതി. അതും കനം കുറഞ്ഞ് അരിയുന്നതാണ് നല്ലത്. കൂടെ തന്നെ ഒരിത്തിരി ആവശ്യാനുസരണം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് സോഫ്റ്റായി വരുന്ന രീതിയിൽ വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള നിർബന്ധമില്ല ഒരു കാര്യമല്ല കട്ട്ലറ്റിൽ. സവാള ചേർക്കാതെയും നമ്മൾ കട്ട്ലറ്റ് റെഡിയാക്കി എടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ചെറിയൊരു സവാള മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതൊന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് ഒരു ചെറിയ ക്യാരറ്റ് ഒന്നുകിൽ നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് ചേർക്കുക, അതല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലത്. ഇതിൻ്റെ കൂടെ തന്നെ ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് ഒരിക്കലും നിങ്ങൾ ഈ ഒരു റെസിപ്പിയിൽ സ്കിപ്പ് ചെയ്യരുത്. കാരണം ബീട്രൂട്ടാണ് നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്നതിനകത്ത് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ബീട്രൂട്ട് എന്തായാലും ഒഴിവാക്കാതെ കുറച്ചെങ്കിലും ബീട്രൂട്ടിൻ്റെ അളവ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇത് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുകയോ അതല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് ചേർക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് കുക്കായി കിട്ടും. അപ്പോൾ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് ഉപ്പൊക്കെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് വളരെ കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അതായത് ഇത് ഒത്തിരി അങ്ങ് വെന്ത് കുഴയുന്ന രീതിയിലൊന്നും നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ക്യാരറ്റ് ആണെങ്കിലും ബീട്രൂട്ട് ആണെങ്കിലും പെട്ടെന്ന് നമുക്ക് കുക്കായി കിട്ടും. നമ്മൾ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഒരു 2-3-4 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അതിൻ്റെ പച്ച ടേസ്റ്റ് ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമുക്ക് പിന്നീട് ഫ്ലെയിം കുറച്ചിട്ട് ഇതിനകത്തോട്ടേക്കുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നല്ലതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്, കറക്റ്റ് പാകത്തിന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ട് ഇതിനകത്തോട്ടേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ മുളക് പൊടി, കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ തന്നെ ചെറിയ ജീരകം, വലിയ ജീരകമല്ല കേട്ടോ, ചെറിയ ജീരകം പൊടിച്ചത് ചേർക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ചേർത്തിട്ട് ഈ പൊടികളൊക്കെ അതിൻ്റെ ആ ഒരു പച്ചമണം മാറി വരുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ചെറിയ ജീരകം പൊടിച്ചത് ഇതിന് വളരെ ടേസ്റ്റ് കൊടുക്കുന്ന കാര്യമാണ്. അപ്പോൾ അതെന്തായാലും ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതിനുശേഷം ഒരു ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഒരു 2 പിഞ്ച് പഞ്ചസാര ചേർക്കുക. ഇതൊക്കെ ഒരു സ്പെഷ്യൽ ടിപ്സാണ്. ഇതൊക്കെ ചേർത്ത് കൊടുത്ത് ചെയ്യുവാണെങ്കിൽ ശരിക്കും ഇതിൻ്റെ മസാല നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകും. നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന വെജിറ്റബിൾ കട്ട്ലറ്റിൻ്റെ സെയിം ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ജീരകം പൊടിച്ചതും പഞ്ചസാരയും ഈ ചെറുനാരങ്ങ നീരും ഈ കാര്യങ്ങളൊന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി നോക്കുക. ഒന്നങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ കുറച്ച് മല്ലിയില, കറിവേപ്പിലയല്ല മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതാണ് ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഈ ഒരു സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അത്യാവശ്യം ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഈ ഉരുളക്കിഴങ്ങും ബീട്രൂട്ടൊക്കെ കൂടിയുള്ളത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഈ ഒരു മിക്സ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് കൂടുതൽ സ്പൈസി ആയിട്ട് വേണമെന്ന് തോന്നുവാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മുളക് പൊടിയല്ല കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ വരെ വീണ്ടും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ചൂടാറണം. ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു ബൗളിനകത്തോട്ടേക്ക് ഇത് കോട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഒരു 1/2 കപ്പ് മൈദയിലോട്ടേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കട്ടിയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് ഈ ഒരു കോട്ട് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഈ ബാറ്റർ ഒരിക്കലും ഒത്തിരി അങ്ങ് കട്ടിയായി പോകാനും പാടില്ല, ഒത്തിരി ലൂസായി പോകാനും പാടില്ല. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ എപ്പോഴും റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ബ്രെഡ് പൊടിച്ചതാണ്. ഞാനിപ്പോൾ 8 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ സിംഗിൾ കോട്ടായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 4 പീസ് ബ്രെഡ് മതിയാകും. അപ്പോൾ നമ്മുടെ മസാല കൂട്ട് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം.
ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തിടും. കാരണം കട്ട്ലറ്റ് റൗണ്ട് ഷേപ്പിലും അതല്ലെങ്കിൽ ലെങ്തി ആയിട്ടൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. ഞാനിപ്പോൾ സാധാരണ നമുക്ക് ആ ബേക്കറിയിൽ നിന്നൊക്കെ നാട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന റൗണ്ട് ഷേപ്പിൽ കണ്ടില്ലേ, അത്യാവശ്യം ഈ ഒരു തിക്നെസ്സിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതുപോലെ നമുക്ക് മുഴുവൻ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സിനകത്തോട്ടേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കുക. ഒന്നങ്ങ് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ബ്രെഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു സിംഗിളായിട്ട് ഇതുപോലെ ഒരൊറ്റ കോട്ടിങ് മാത്രം ചെയ്തെടുത്തിട്ട് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ്. പക്ഷേ നമുക്ക് ആ ഒരു ടെക്സ്ചർ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ എപ്പോഴും ഡബിൾ കോട്ടിംഗ് ആണ് നല്ലത്. അപ്പോൾ നിങ്ങൾ സിംഗിൾ കോട്ടിംഗ് ആണ് ചെയ്തെടുക്കുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു പാത്രത്തിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഫ്രീസറിനകത്ത് ഒരു 15 മിനിറ്റ് വെക്കുക. അപ്പോൾ 15 മിനിറ്റ് തുടങ്ങി ഒരു അരമണിക്കൂർ വരെ വെച്ചിട്ട് പിന്നീട് വേണം നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ സിംഗിൾ കോട്ടിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ. അതല്ല ഡബിൾ കോട്ടിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും അതേ ബാറ്ററിനകത്തോട്ടേക്ക് തന്നെ ഒന്നുകൂടി അങ്ങ് ഡിപ്പ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് അത്യാവശ്യം കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ആ ഒരു ലാസ്റ്റ് കാണുന്ന ടെക്സ്ചർ ശരിക്കും നമുക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ രീതിയിൽ നല്ല രീതിയിൽ കവർ ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഞാൻ ഒന്നുകൂടി മിക്സ് ചെയ്ത് വീണ്ടും നമ്മൾ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. ഒന്നങ്ങ് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ ലെവൽ ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റ് നല്ല എല്ലാ സൈഡിലും ഒരേ രീതിയിൽ കണ്ടില്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് എക്സ്ട്രാ വരുന്ന ബ്രെഡിൻ്റെ ആ പൊടിയൊക്കെ കൈ വെച്ച് തട്ടി തട്ടി കളയണം. അതല്ലെങ്കിൽ നമ്മളിത് എണ്ണയിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇത് അങ്ങ് വല്ലാതെ അങ്ങ് പൊങ്ങിയിട്ട് ശരിയായ രീതിയിൽ റെഡിയായി കിട്ടില്ല. അപ്പോൾ എക്സ്ട്രാ വരുന്ന പൊടിയൊക്കെ നന്നായിട്ടൊന്ന് തട്ടി ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് സിംഗിൾ കോട്ട് ചെയ്തതിൽ ബ്രെഡിൻ്റെ പൊടി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ആ ഒരു ഫ്രൈ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ ആ ഒരു പുറത്തുനിന്നൊന്നും വാങ്ങിക്കുന്ന കട്ട്ലറ്റിൻ്റെ ആ ഒരു ഭംഗി കിട്ടാറില്ല. പക്ഷേ നിങ്ങൾ ഇതുപോലെ ഡബിൾ കോട്ടായിട്ട് ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം ഫംഗ്ഷനൊക്കെ വീട്ടിലുണ്ടാകുന്ന സമയത്ത് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ സെർവ് ചെയ്യുന്ന സമയത്താണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതും നമ്മളൊരു 15 മിനിറ്റ് ഫ്രീസറിനകത്ത് വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു 15 മിനിറ്റ് ഫ്രീസറിനകത്ത് വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ മുഴുവനായിട്ട് ഫ്രൈ ചെയ്യുന്നില്ല കേട്ടോ, 4 എണ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി വന്നതിന് ശേഷം വേണം നമ്മൾ എപ്പോഴും ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഹൈ ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ അല്ല, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. അത്യാവശ്യം സമയമെടുത്ത് ഫ്രൈ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ എല്ലാ സൈഡും ഒരേ രീതിയിൽ നല്ല കളറിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ കഴിയുക. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇപ്പം ഇത് എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതുപോലെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 4 എണ്ണം മാത്രമേ ഫ്രൈ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള പീസസ് നമുക്ക് കവർ ചെയ്തിട്ട് ഒന്നുകിൽ ക്ലിങ് ഫിലിം വെച്ചിട്ട് കവർ ചെയ്യാം, അതല്ലെങ്കിൽ ജസ്റ്റ് ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറൊക്കെ ആക്കിയിട്ട് ഫ്രീസറിനകത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി നാൾ സൂക്ഷിക്കാം കേട്ടോ. നമുക്ക് ആവശ്യാനുസരണം എടുത്തിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. അപ്പം ഞാനിപ്പോൾ 4 എണ്ണേ എടുത്തിട്ടുള്ളൂ, ബാക്കി 4 എണ്ണം ഫ്രീസറിനകത്തോട്ട് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് കളർ മാറി വരുന്നവരെ റെഡിയാക്കി എടുക്കുക. ഇടയ്ക്കിടയ്ക്ക് 2 സൈഡും തിരിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നല്ല കളർ ഷെയ്ഡിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ കഴിയും. കണ്ടില്ലേ, ഈ ഒരു കളർ ആകുന്ന രീതിയിൽ വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല രീതിയിൽ നമുക്ക് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഒന്നുകിൽ കിച്ചൺ ടവലിലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിനകത്തോട്ടേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇതുപോലെ നമുക്ക് വീട്ടിൽ വെജിറ്റബിൾ കട്ട്ലറ്റ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നോൺ വെജ് കട്ട്ലറ്റിൻ്റെ റെസിപ്പിയും ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് നെക്സ്റ്റ് വീക്കൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.